സാധാരണമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ജീവിച്ചാൽ പോരാ, അല്ലെങ്കിൽ എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിച്ച് ഒടുക്കവസാനം മരിച്ചു പോയാൽ പോരാ. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഈ ലോകത്ത് കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ത്വരിതകൾ, സ്വപ്നങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയി തീരണം. അങ്ങനെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഒരു 12 മണിയായപ്പോൾ എനിക്ക് എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്തൊക്കെയോ ഉള്ളിലൂടെ കടന്നിങ്ങനെ മറിയാണ്, ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇരുന്ന് പുതപ്പ്, കട്ടിലിൻ്റെ ചുവടെ പോയി ഇരുന്നിട്ട് പുതപ്പ് മുകളിലൂടെ വെച്ചിട്ട് ലൈറ്റർ ഓൺ ചെയ്തിട്ട് ആരും കാണാതെ എഴുതി നേരം വെളുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു പരിപാടിയിലൂടെ നമ്മളെല്ലാം പറഞ്ഞു വെക്കുന്നത് പോലെ വായനയുടെ പുതിയ അനുഭവങ്ങൾ, വായിച്ചറിയുന്നതിൻ്റെ രസകരമായ ഓർമ്മകൾ, അനുഭവങ്ങൾ പങ്കുവെക്കുക. അങ്ങനെ കിട്ടുന്ന അനുഭവങ്ങളിലൂടെ പുതിയ ദിവസങ്ങളിലേക്ക് നമ്മൾ നന്മയാർന്ന ഒരു മനുഷ്യനായി, ഒരു വ്യക്തിയായി നടന്നെടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് മാമിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി അധികമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, മാമുമായിട്ട് സംസാരിക്കാം. മാം, ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ വായനകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ഒരു ബ്ലോക്ക് എന്തായാലും നേരിട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇതിലേക്ക് നടന്നെടുക്കേണ്ടത് എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. അത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്നുള്ളത് മാം ഒന്ന് സംസാരിച്ചാൽ. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച് ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ തസ്നീം ഇസ്റ്റിയ, സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈൻഡ് പവർ ട്രെയിനറാണ്, സ്ട്രെസ് ഏക്കർ ആൻഡ് ടീനേജ് എംപവർമെൻറ്റ് കോച്ചാണ്, അതുപോലെ മിസ്റ്ററി ടോക്സിൻ്റെ ഫൗണ്ടറാണ്, ആൻഡ് ഇപ്പോൾ ഒരു ഓതറും കൂടിയാണ്. സോ ഇങ്ങനെ ഒരു സ്കില്ലേജിൽ ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനപൂർവ്വം എന്നോട് തന്നെ നന്ദി പറയുകയാണ്. അതേപോലെ ഇവിടെയുള്ള സ്കില്ലേജിൻ്റെ ടീമിനും ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നിട്ടും ഞാൻ നന്ദി പറയുകയാണ്. ദെൻ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ഈ ഒരു ജേണിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സ്റ്റെക്നെസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഞാൻ എൻ്റെ പാസ്റ്റിലേക്കൊന്ന് ആലോചിച്ച് പോയപ്പോൾ എനിക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു മൊത്തത്തിൽ മൈൻഡൊന്ന് ബ്ലാങ്കായിപ്പോയി. എൻ്റെ ഈ സ്വപ്നച്ചിറകൾ എന്ന് പറയുന്ന ഈ ഒരു സക്സസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്, അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, ഒരു വലിയ സ്റ്റോറി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്നത് 2014-15 സമയങ്ങളിലാണ്. ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അതുവരെ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ പുസ്തകത്തോട് വലിയൊരു പ്രിയമൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു. 2015-16 സമയങ്ങളിൽ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ എടുത്ത സമയത്ത് എനിക്ക് കാര്യമായിട്ടൊരു വായിക്കണമെന്നോ അല്ലെങ്കിൽ പുസ്തകം വായിച്ച് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പുസ്തകങ്ങൾ കണ്ടാൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, എന്തെങ്കിലുമൊക്കെ ആയി മാറണം, ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ചിന്ത വന്നു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പോലും അറിയാതെ ഞാൻ പുസ്തകങ്ങളെ പ്രണയിച്ചു തുടങ്ങി, പുസ്തകങ്ങളെ സ്നേഹിച്ചു തുടങ്ങി, പുസ്തകങ്ങൾ എൻ്റെ പ്രിയ കൂട്ടുകാരായി മാറി എന്നുള്ളതാണ്. അവിടെ മുതൽ ഞാൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി, പല പുസ്തകങ്ങളും. പക്ഷേങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലേ, നോവലുകളായിട്ടും കഥകളായിട്ടും കവിതകളായിട്ടും സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ ഞാൻ കണ്ണോടിച്ചപ്പോഴും എനിക്കൊന്നിലൊരു തൃപ്തമായിട്ട്, അല്ലെങ്കിൽ ഇന്നെ വളർത്താൻ പറ്റുന്ന പാകത്തിനൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ പി വിജയൻ സാറിൻ്റെ മനഃശക്തി, എന്തും നേടാം മനഃശക്തിയിലൂടെ എന്നുള്ളൊരു പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകത്തിൽ എന്തൊക്കെയോ ഞാൻ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വിജയിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ആ സമയത്തൊന്നും സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ എന്താണെന്നോ, അല്ലെങ്കിൽ നമ്മളെ സെൽഫിനെ നമുക്ക് വായനയിലൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നും അറിയില്ല. നമ്മൾ ആകെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പത്രങ്ങൾ വായിക്കണം, ന്യൂസുകൾ വായിക്കണം, ജനറൽ നോളജ് ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു സെൽഫ് ഹെൽപ്പ് പുസ്തകത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മനഃശക്തി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അവിടെ മുതൽ വായിച്ചു തുടങ്ങായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും ഒരുപാട് സ്റ്റെക്നെസ്സുകൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു സാധാരണ മുസ്ലിം കുടുംബമായിരുന്നു. പെൺകുട്ടികൾ അമിതമായി പഠിക്കേണ്ട ആവശ്യമില്ല, പെൺകുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, സാധാരണ ഒരു വീട്ടമ്മയായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ കാണുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് സ്വാഭാവികമായിട്ടും ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എന്നെ
പെണ്ണ് കാണാൻ വേണ്ടി വരുന്നത്, വിവാഹം എന്നുള്ള ഒരു പ്രോസസ്സിങ്ങിലേക്ക്. സ്വാഭാവികം എല്ലാ പെൺകുട്ടികളെപ്പോലും എനിക്കും അവിടെ സമ്മതിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഓക്കെ വിവാഹം കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. പക്ഷേങ്കിൽ എപ്പോഴൊക്കെ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ഉള്ളിൽ വല്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ജീവിച്ചാൽ പോരാ, അല്ലെങ്കിൽ എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിച്ച് ഒടുക്ക അവസാനം മരിച്ചു പോയാൽ പോരാ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഈ ലോകത്ത് കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ത്വരിതകൾ, സ്വപ്നങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയി തീരണം. സ്വപ്നങ്ങൾ അതിതീവ്രമായതുകൊണ്ട് തന്നെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട്, നന്നായിട്ട് യുദ്ധം ചെയ്തിട്ട് ഞാൻ വിവാഹത്തെ മാറ്റിവെച്ചു. ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് കാലെടുത്തു മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ്. അപ്പം ഒരുപാട് സ്റ്റെക്നെസ്സുകൾ ആ സമയത്തും വന്നു. നമ്മളുടെ സ്റ്റഡി പരമായിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി, ഇതൊക്കെ വീണ്ടും സ്റ്റെക്നെസ്സായി വന്നപ്പോഴും ഈ പുസ്തകങ്ങളെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ പുസ്തക വായന എന്നുള്ളത്, പുസ്തകത്തിലൂടെ എന്തൊക്കെയോ എനിക്ക് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പുസ്തകം വായന എന്നുള്ളത് എന്നെ എവിടേക്കെയോ കൊണ്ടെത്തിക്കുന്നുണ്ട്. 2 കാലുകൾ കൊണ്ട് എത്തപ്പെടാൻ പറ്റാത്ത ഒരു പുതിയ ലോകത്തേക്ക് പുസ്തകം എന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ള റിയലൈസേഷൻ എൻ്റെ ഉള്ളിൽ വന്നപ്പം ഞാൻ പതിയെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് മാറി. പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലേ. വളരെ കുറച്ച് പുസ്തകങ്ങൾ, ഞാൻ അതിയായി ഇഷ്ടപ്പെടുന്ന, ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. പക്ഷെ ആ വായന എന്തോ എന്നെ ഇവിടം ഈ സ്കില്ലേജിൻ്റെ ഈ ഒരു ചെയറിൽ എത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്നത്, മാം പറഞ്ഞു സ്വപ്നച്ചിറകുകൾ, മാമിൻ്റെ സ്വപ്നത്തിലേക്ക് ചിറകടിച്ചു വരാൻ മാമിനെ സഹായിച്ച പുസ്തകം. ആ പുസ്തകങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി മുതൽ നിങ്ങൾ കേട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ കേട്ട് തുടങ്ങുക. ആ സ്വപ്നച്ചിറകുകളുടെ ഒരു ലോഞ്ചിങ്ങിൻ്റെ സമയത്ത്, അത് ലോഞ്ചിങ്ങിന് ഒരുങ്ങുകയാണ്, അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സമയത്ത് മാം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചൊരു വരിയുണ്ട്. ഇതിനെല്ലാം, ഈ പ്രയാസങ്ങളിലെല്ലാം എന്നെ സഹായിച്ച ഒരു ഗുരുവിനെ സ്മരിക്കാതെ എനിക്ക് ഈ എഴുത്തിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് മാം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം സ്ട്രഗിൾസ് അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ തൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന സമയത്ത് ഒരാളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് നമ്മളെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ മാമിനെ സഹായിച്ച ഒരാളായിരിക്കും ആ പ്രിയപ്പെട്ട ഗുരു. അദ്ദേഹത്തിനെ പറ്റി മാമിന് എന്താണ് സംസാരിക്കുക? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ വളരെ അഭിമാനപൂർവ്വം, അതിലേറെ സന്തോഷപൂർവ്വം ആ ഗുരുവിനെ ഈ ഒരു വേദിയിൽ സ്മരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇന്നിൻ്റെ കൂടെയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു തീപ്പൊരിയായിട്ടുള്ള ഒരു സ്വപ്നം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അങ്ങനെ 2018 ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഗുരുക്കളെ തേടി നടന്നിട്ടുണ്ട്. എൻ്റെ ജീവിതം വിജയത്തിലാക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയം മുതൽ ഞാനൊരു ഗുരുവിനെ തേടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പെൺകുട്ടി ആയതുകൊണ്ടും, അല്ലെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ടും എനിക്ക് നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ തേടിയ സ്ഥലങ്ങളിലൊക്കെയും വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ഗുരുവിനെ തേടിയുള്ള ആ ഒരു യാത്രയിൽ യാദൃശികമായി ഞാൻ ചെന്നെത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഫാസിൽ NSS എന്ന് പറയുന്ന NSSൻ്റെ മുൻ കോർഡിനേറ്റർ ആയിട്ടുള്ള സാറ്. യാദൃശികമാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ എന്തോ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള കെയറിങ്, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അറിവുകൾ, വിസ്റ്റംസ്, ഇൻസൈറ്റുകൾ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളിലേക്ക് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ഈ ഗുരുവും ഈ വായനയും അല്ലെങ്കിൽ ഈ എഴുത്തും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് എനിക്ക് പുസ്തകം തന്നിട്ട്, അല്ലെങ്കിൽ ഒരു പേന തന്നിട്ട് എന്നോട് പറഞ്ഞത്, തസ്നി, എൻ്റെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ ഈ വെള്ള പേപ്പറിലേക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരു പെന്നും പുസ്തകവും തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതായിരുന്നു. അവിടെ മുതലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അവിടെ മുതലാണ് ഞാൻ കഥകളായും കവിതകളായിട്ടും പല വരികൾ എഴുതി തുടങ്ങിയത്. അങ്ങനെയുള്ള എൻ്റെ എഴുത്തിൻ്റെ തുടക്കമാണ് ഈ സ്വപ്നച്ചിറകുകൾ എന്ന് പറയുന്നത് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. പക്ഷേ കവിത എന്ന് പറയുമ്പോൾ എന്തോ പലരുടെയും മുഖത്ത് അല്ലേ, കവിത എന്ന് പറയുമ്പോൾ നമുക്ക് അത്രമാത്രം ഒരു ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാവില്ലല്ലേ. പ്രത്യേകിച്ച് വായന ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഒട്ടും അവർ കവിത എന്ന് പറയുമ്പം ഒട്ടും അതിലേക്ക് നോക്കുപോലും ചെയ്യൂല. വായിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യമാണ് ഈ വായിക്കുക എന്ന് പറയുന്നത്. മാം പറയുന്ന ഓരോ കാര്യങ്ങളിലും ഉണ്ട്. മാമിന് അത്രത്തോളം ഈ വേദിയെ മാം എന്താക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്.
കാരണം മാമിന്റെ ജേണിയിൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും മാം ഇങ്ങനെ എഴുതി തീർത്ത വരികളെ വായിച്ചറിയുമ്പോഴും മാം ഇത്രത്തോളം വലിയൊരു സദസ്സിന്റെ മുന്നിൽ വന്ന് ഈ പുസ്തകം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് മാം നമ്മോട് കാണിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കയ്യടിയായിട്ട് മാം ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് മാം കാഷ്വലായിട്ട് പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ നയിക്കുന്നത് നമ്മൾ വായിക്കുമ്പോഴാണ്. മാമിനെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഇത് വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യത്തിലേക്ക് മനസ്സിലായത്, അങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിച്ച ഏതെങ്കിലും ഒരു വായനയോ അനുഭവം ഉണ്ടെങ്കിൽ? ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൃതി എൻ്റെ ഉള്ളിലുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ നേരത്തെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു ഗുരു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ ഗുരു എനിക്കൊരു പ്രിയപ്പെട്ട ഒരു സമ്മാനം നൽകിയിട്ടുണ്ടായിരുന്നു, 100 തീപ്പൊരി ചിന്തകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നിട്ടാണ് എൻ്റെ ഉള്ളിലുള്ള തീപ്പൊരികളെ എനിക്ക് ലോകത്തേക്ക് ഫ്ലറിഷ് ചെയ്യണം, ഞാൻ എൻ്റെ ഉള്ളിലെ തീപ്പൊരികളെ കണ്ടെത്തണം എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത്. അതിലുള്ള ഒരു വരിയുണ്ട്, ഡോക്ടർ തോമസ് എബ്രഹാം സർ എഴുതിയിട്ടുള്ള ഒരു വരി. അതിലൊരു വരിയുണ്ട്, നമ്മൾ ഒരിക്കൽ മാത്രമേ ഈ ലോകത്തേക്ക് കടന്നു വരുള്ളൂ. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ അത്രയും നല്ല നന്മകൾ നമ്മൾ ഈ ലോകത്ത് ചെയ്യട്ടെ. കാരണം നമുക്ക് പിന്നീട് ഒരിക്കലും ഈ വഴിയെ തിരിച്ചു വരാൻ കഴിയൂല, പിന്നീട് ഒരിക്കലും നമ്മൾ പിറകോട്ട് യാത്ര ചെയ്യുകയുമില്ല. സോ നമ്മളുടെ ഈ സമയം ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് നന്മ ചെയ്യട്ടെ എന്നുള്ളൊരു വരി ഉണ്ടായിരുന്നു അതിൽ. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സമയം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം പിന്നീട് ഒരിക്കലും നമുക്ക് വരില്ല അല്ലേ? ഇന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി കാണുന്ന കാഴ്ചയോ ആയിരിക്കില്ല നെക്സ്റ്റ് മൊമെൻറ്റിൽ, നെക്സ്റ്റ് സെക്കൻഡിൽ ഞാൻ കാണുന്നതും ഞാൻ ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളായാലും നമ്മുടെ സ്വപ്നങ്ങളായാലും നമ്മുടെ കാഴ്ചകളായാലും എല്ലാം നമ്മുടെ അറിവുകളായാലും ഒക്കെ. അപ്പം ഇന്നെന്ന് പറയുന്ന വ്യക്തിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല എന്നുള്ള ഒരു സംഗതി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ മുതൽ ഞാൻ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് ഞാൻ ഒരു പുഞ്ചിരിയായിട്ട് സമ്മാനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ആദ്യമായിട്ട് എൻ്റെ ഗുരുനാഥൻ എനിക്ക് ആ പെന്നും പേപ്പറും തന്ന് എഴുതാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഒരു മഴയുള്ളൊരു സമയമായിരുന്നു അത്. മഴയത്ത് ഒരു ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ഞാൻ എഴുതി തുടങ്ങിയ വരികളാണ് എൻ നാശം നിൻ നാശം എന്ന് പറയുന്ന കവിത. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രകൃതിയിൽ, നമ്മൾ ഈ സൊസൈറ്റിയിൽ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ നാച്ചുറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. നമ്മളടങ്ങുന്ന നമ്മുടെ ഈ ഒരു ലോകം നമ്മളങ്ങനെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് എൻ നാശം നിൻ നാശം എന്ന് പറയുന്ന കവിത. പ്രകൃതിയെ ഞാൻ നിന്നെ നശിപ്പിക്കുന്നുവോ എന്ന് തുടങ്ങുന്ന ആ ഒരു കവിത. പ്രകൃതിയോടാണ് എൻ സ്നേഹമെങ്കിലും നിശ്വാസമാം അടങ്ങാത്ത വായു സഞ്ചാരമിൽ എൻ സുഖകര ജീവിതത്തെ ഞാൻ ആശിച്ചു പോകുന്നു. അങ്ങനെ തുടങ്ങുന്ന ആ ഒരു കവിതയിൽ പറയുന്നത്, നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സുഖകരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രകൃതി നമുക്ക് മാത്രമുള്ളതാണെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല ചിലപ്പം പ്രകൃതി നമ്മളുടേത് മാത്രമല്ല, നമ്മളിത് കഴിഞ്ഞിട്ടും ഇവിടെ ജീവിക്കാനുള്ള ഒരുപാട് തലമുറകൾ ഇനിയുമുണ്ട് അല്ലേ? ആ തലമുറയിലുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടിട്ടുള്ള പ്രകൃതി നമ്മളുടേതാണെന്ന് പറഞ്ഞിട്ട് എത്ര വെള്ളമാണ് നമ്മൾ പാഴാക്കുന്നത്. പ്രകൃതിയെ മലിനപ്പെടുത്തിയിട്ട് പ്രകൃതിയുടെ ഓസോൺ പാളിയെയും പ്രകൃതിയുടെ എല്ലാ ആവാസ വ്യവസ്ഥകളെയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളുടെ ഒരു സ്വാർത്ഥമായിട്ടുള്ള കാര്യമല്ലേ? ഇതൊക്കെ മനസ്സിലേക്ക് വന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ള കവിതയായിരുന്നു. അതിൻ്റെ ഒടുക്കം പറയുന്നുണ്ട്, ഓളങ്ങൾ തൻ പുഞ്ചിരി അപ്രത്യക്ഷമായ പുഴകളും കായലുകളും ഒരേ സ്വരത്തിൽ മന്ത്രിക്കുന്നു എൻ നാശം നിൻ നാശമെന്ന്. ഈ അടുത്തുണ്ടായ പല പ്രകൃതി ദുരന്തങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ മനുഷ്യർ ഈ ലോകത്തേക്ക് കൊടുത്തിട്ടുള്ള പല സംഗതികളും തിരിച്ച് നമ്മളിലേക്ക് തന്നെ പ്രകൃതി ദുരന്തങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അതുതന്നെയാണ് ഈ കവിതയിൽ പറയുന്നത്. എൻ നാശം, അതായത് പ്രകൃതിയുടെ നാശം, നിൻ നാശമാണെന്ന്, നമ്മളുടെ മാലോകരുടെ നാശമാണെന്നുള്ളത്. അതാണ് ഞാൻ ആദ്യമായി എഴുതിയിട്ടുള്ള കവിത.
ഇത്തരത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ എഴുത്തുകൾ എന്താണ്, നമ്മുടെ വിചാരങ്ങളാണ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിചാരങ്ങളുമാണ് എല്ലാ സമയത്തും എഴുത്തുകളായിട്ട് മാറുന്നത്. അത് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, സംവാദങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും എന്ത്, നിരാശാപ്രണയം ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഒരു എഴുത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്, അല്ലേ? അങ്ങനെ ഒരു സംഭവമില്ലേ? നിരാശാപ്രണയം വരുന്ന സമയത്ത് നമ്മൾ ഒഴുകി ഒഴുകി എഴുതി തീർക്കും. പക്ഷേ ചില സമയത്ത് അല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു പറച്ചിൽ അതവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ മാമിനോട് ചോദിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം മാമിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയത്തിനെ റിലേറ്റ് ചെയ്തിട്ടല്ല ഞാൻ ചോദിച്ചത്, ഏതെങ്കിലും ഒരു ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നമ്മുടെ എഴുത്തുകൾ പോകുന്നത് എന്നുള്ളത്? തീർച്ചയായിട്ടും ആ എഴുതിയ സമയങ്ങളിലൊക്കെയും എനിക്ക് അതിതീവ്രമായിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. ഏത് വേദിയിലും ധൈര്യപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്കൊരു അതിതീവ്രമായിട്ടുള്ളൊരു പ്രണയം ആ സമയത്തുണ്ടായിരുന്നു. കാഞ്ചന മൊയ്തീനെ കാത്തിരുന്നത് പോലെ ഞാൻ കഴിഞ്ഞ 3-4 വർഷം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതും അത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, പ്രണയം എന്നുള്ളത് ഒരിക്കലും നമ്മളെ ആവരുത്, നമ്മളെ സമയത്തെ കൊന്ന് തിന്നുന്നതാവരുത്, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്തുന്നതാവരുത്. പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളിലെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്താൻ പറ്റുന്ന ഒരു വലിയൊരു സംഗതിയായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രണയങ്ങളുണ്ടെങ്കിൽ ആ പ്രണയങ്ങൾ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നതും കൂടെ ആവണം. അല്ലാതെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന പ്രണയം പലപ്പോഴും നമ്മളുടെ ശരീരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ, നമ്മുടെ സമയങ്ങളെയൊക്കെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? പ്രണയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ചിന്തകളെ, അല്ലെങ്കിൽ നമ്മുടെ സമയത്തെയൊക്കെ എത്രമാത്രമാണ് കാർന്നു തിന്നുന്നത്, കൂടെ നമ്മുടെ സ്വപ്നങ്ങളെയും. പ്രണയം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്വപ്നമുണ്ട്. ആ ഒരു വ്യക്തിയും, ഞാൻ പ്രണയിക്കപ്പെടുന്ന ഒരു വ്യക്തിയും ഞാനെന്ന് പറയുന്ന വ്യക്തിയും ഒരുമിച്ച് ജീവിക്കണം, നമ്മളുടെ കുറേ നല്ല കാലങ്ങളെക്കുറിച്ചിട്ടായിരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ. അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന പ്രണയമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്ക് ഉണ്ട് എങ്കിൽ, ഞാൻ പറയട്ടെ, ആ പ്രണയം ഒരിക്കലും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കൂല. ഇന്നും ഞാൻ അഭിമാനപൂർവ്വം ആ പ്രണയത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ, ആ പ്രണയം നിങ്ങളോട് എനിക്ക് ഇത്രയും സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ പ്രണയം എന്നെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എഴുത്തുകളൊക്കെ എഴുതിയ സമയത്ത് എൻ്റെ ഉള്ളിൽ ആ ഒരു വികാരം, പ്രണയത്തിൻ്റെ വികാരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വ്യക്തിയോട് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നില്ല, ഈ ലോകത്തോട്, ഈ പ്രപഞ്ചത്തോടായിരുന്നു. ഓക്കെ മാം, പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്, ഈ സമയത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ വായിക്കാൻ താല്പര്യപ്പെടാത്തവരാണ്, വായനയോട് ഇഷ്ടം കാണിക്കാത്തവരാണ് എന്നുള്ളൊരു കാര്യം. നമ്മളൊരു പുസ്തകം എടുക്കാൻ ശ്രമിക്കുമ്പോഴും, നമ്മളത് വായിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന സമയത്തും അത് തീർക്കാൻ കഴിയാത്തൊരവസ്ഥ നമ്മളും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മാമിൻ്റെ ജേണിയിൽ ഒരുപാട് വിദ്യാർത്ഥികളോട് സംവദിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു ടെൻഡൻസി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ വായനയെ സ്നേഹിക്കുന്നവരാണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ളത്? ഈ കാലഘട്ടത്തിലെ കുട്ടികളിലേക്ക് നോക്കുമ്പം പൊതുവെ വായനയോട് അത്രമേൽ അടുപ്പമില്ലാത്ത ആളുകളാണ്. കാരണം വായിക്കുന്നുണ്ട്, ഒരുപാട് വായിക്കുന്നുണ്ട്. അവർ വായിക്കുന്ന പലതും പല നോവലുകൾ അല്ലെങ്കിൽ പല സ്റ്റോറികളൊക്കെയാണ്. ഇന്ന് നമുക്ക് ഫോണുകളിലൊക്കെ കാണുന്ന കൊറിയൻ സ്റ്റോറീസും മറ്റൊക്കെ ആയിട്ടുള്ള പല സ്റ്റോറികൾ ഇന്നത്തെ കുട്ടികൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അത്തരം സ്റ്റോറികൾ അല്ലെങ്കിൽ അത്തരം നോവലുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്തും വായിച്ചോളി, എന്തും എങ്ങനെയും വായിച്ചോളൂ, പക്ഷെങ്കിൽ അത് നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കണം. പക്ഷേ ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും അങ്ങനെ ബെനിഫിറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന സ്വപ്നത്തോട് കൂടിയിട്ടോ വായിക്കുന്നവർ വളരെ കുറവാണ്. അവർക്ക് ഇപ്പോൾ ഉള്ള സമയം എങ്ങനെയെങ്കിലും ബോറിംഗ് ഇല്ലാതെ കഴിഞ്ഞു പോകണം. ബോറടി എന്നുള്ള സംഗതി, അതാണ് ഇന്നത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കാര്യം. ബോറിംഗ് ഇല്ലാതെ എങ്ങനെ സമയം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്, എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ്. നമ്മൾ വായിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാവണം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്, വായിക്കാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇന്നത്തെ കുട്ടികൾ, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളെന്ന് മാത്രം പറഞ്ഞു ഒതുക്കാൻ പറ്റൂല.
ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ജനത കംപ്ലീറ്റ്ലി ഫോണിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഉൾവലിയുന്ന ഒരു കാലമാണ് അല്ലേ? സോഷ്യൽ മീഡിയ എന്നതാണ് നമ്മളെ ഇന്ന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് നമ്മൾ നമ്മുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കൃതികൾ വല്ലതും വായിക്കുമ്പം, നമ്മൾ വല്ല വീഡിയോസും കാണുമ്പം അത് നമ്മളെ എത്രത്തോളം നമ്മളെ യൂസ്ഫുൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആക്കുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പുതിയ പുതിയ അറിവുകൾ തേടി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം താങ്ക് യു. അതിൻ്റെ കൂടെ വായനയുടെ ഒപ്പം ചേർത്ത് പറയുമ്പോൾ നമ്മുടെ വെൽക്കം സ്പീച്ചിലും അതുപോലെ എല്ലാ സമയത്തും സൂചിപ്പിച്ചതുപോലെ മാം ഒരു മൈൻഡ് ട്രെയിനറാണ്, സ്ട്രെസ് ഹാക്കറാണ്. ആ ഫീൽഡിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ മാമിനുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളോട് സംവദിക്കാനുള്ള എന്താണ്? ആ ഒരു ഫീൽഡിൽ മൈൻഡ് ട്രെയിനർ, സ്ട്രെസ് ഹാക്കർ, ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും പറയുന്ന, ഞാനടക്കം പറയുന്ന ഒരു സംഭവമാണ് എന്ത്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. എന്നാൽ ചോദിക്കുമ്പോൾ എന്താ സ്ട്രെസ്? എന്താ? ഉറങ്ങണം, പെസ് കളിക്കണം, ഇതൊക്കെയാണ് നമ്മളുടെ സ്ട്രെസ് ലിസ്റ്റിൽ പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് മാമിനോട് സംവദിക്കൽ? സ്ട്രെസ് ഹാക്കർ എന്നുള്ള ഒരു ലേബലിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് മാമിനെ ഞങ്ങളോട് സംവദിക്കാനുള്ളത്? ഇന്നത്തെ ജനത, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ, അല്ലെങ്കിൽ ഇന്നത്തെ ടീനേജേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിതീവ്രമായിട്ടുള്ള ലക്ഷ്യമുണ്ടോ? ഉണ്ടോ? എന്താണ് ലക്ഷ്യം? ഇവിടുന്ന് സ്കില്ലേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എവിടെയെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടണം, ഒരുപാട് ഏണിങ്സ് വേണം എന്നുള്ളതാണോ നിങ്ങളുടെ അതിതീവ്രമായിട്ടുള്ള ലക്ഷ്യം? അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിതീവ്രമായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ? ഉറപ്പാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിജയമില്ലാത്തപ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് എന്നുള്ളൊരു സംഗതി വരുന്നത്, അല്ലേ? നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകളായിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് സ്ട്രെസ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വിഭവങ്ങൾ, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ ശരിക്കും നമ്മളുടെ സമയത്തെ യൂസ്ഫുൾ ആക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. എന്നിട്ട് നമ്മൾ അതിതീവ്രമായിട്ടുള്ള ലക്ഷ്യത്തിന് എവിടെയെങ്കിലും ഒരു കോട്ടം പറ്റുമ്പോഴാണ് നമുക്കെന്ത് വരുന്നത്? സ്ട്രെസ്സ് വരുന്നത്, വിഷമം വരുന്നത്, സങ്കടം വരുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അതിതീവ്രമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതെന്താണ്? പലർക്കും പലതായിരിക്കും അല്ലേ? നമ്മൾ ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വപ്നങ്ങളുള്ളത്. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? നമ്മളൊക്കെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടല്ലേ ഈ ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ളത്? ആ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? എനിക്കെന്താണ് ഈ ലോകത്ത് ചെയ്ത് തീർക്കാനുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ ലോകത്തും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക, ആഫ്റ്റർ ദ ഡെത്ത് അവിടെയും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ആ ഗോളിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ നിങ്ങൾ ജീവിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സ്ട്രെസ്സോ ടെൻഷനോ അതൊന്നും നിങ്ങളെ ബാധിക്കൂല. സ്വാഭാവികം പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരും, പക്ഷെ നമുക്ക് ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നോക്കുന്നതിന് പകരം നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നോക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിതീവ്രമായിട്ടുള്ളൊരു സ്വപ്നമുണ്ടാവുമ്പോൾ, നല്ലൊരു ലക്ഷ്യമുണ്ടാവുമ്പോൾ, ജീവിക്കാൻ മനോഹരമായ സ്വപ്നങ്ങളുണ്ടെങ്കിൽ സ്ട്രെസ്സൊന്നും എന്തല്ല, ഒരു ലിമിറ്റേഷൻസ് അല്ല എന്നുള്ളതാണ് മാം പറഞ്ഞു വെക്കുന്നത്. മാമിൻ്റെ വായനകളിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, അല്ലെങ്കിൽ മാം വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന കൃതി, അതെന്തുകൊണ്ട് എന്നുള്ളതൊന്ന് മാം സംസാരിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഡോക്ടർ പി വിജയൻ സാർ തന്നെയാണ്. കേട്ടിട്ടുണ്ടോ? മൈൻഡ് ട്രെയിനറാണ്, ഓഥറാണ് ആള്. ഒരുപാട് ലൈഫുകൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്.
ആളുടെ കൃതികളിലൊക്കെയും എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏത് തരം അറിവുകളാണോ ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതൊക്കെ എനിക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സെൽഫിനെ, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിസ്റ്റംസ് എനിക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു പുസ്തകം എന്ന് പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മനഃശക്തി എന്നുള്ളതും, അതുപോലെ എന്തും നേടാം മനഃശക്തിയിലൂടെ, കോടീശ്വരൻ്റെ മനഃശക്തി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഓക്കെ മാം. അതുപോലെ തന്നെ നമ്മൾ ഈ വായനയുടെ സമയത്ത് നമ്മൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പുസ്തകം എടുക്കുമ്പോൾ എങ്ങനെ വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ വായിച്ചു തുടങ്ങിയിട്ട് ബുക്ക് ഒരു മൂമെൻറ്റിലെത്തുമ്പോൾ ഒരു സ്റ്റെക്കാവും, ഇനി അത് അങ്ങോട്ട് വായിക്കാൻ തോന്നുന്നില്ല, മടുപ്പാണ്. അല്ലെങ്കിൽ ഇനി ഏത് ബുക്ക് വായിച്ചു തുടങ്ങിയാൽ എൻ്റെ വായനയെ എനിക്ക് മെച്ചപ്പെടുത്താം എന്നുള്ളത് നമ്മളെല്ലാവർക്കും കൺഫ്യൂഷനാണ്. ആദ്യം തന്നെ നമ്മൾ വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് ലൈബ്രറിയിൽ നിന്നൊക്കെ പോയി എടുത്ത് ഇങ്ങനെ പോവും. ശേഷം അത് തലയണയായി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരെ വന്നിട്ടുണ്ട്, അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വായന മെച്ചപ്പെടുത്താൻ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വായനകളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ഏറ്റവും നല്ലത് ഏത് രീതിയിലുള്ള, ഏത് തരത്തിലുള്ള വായനകളാണ്? ഇല്ല, നമുക്ക് എന്താണോ വായിക്കാൻ ഇഷ്ടമുള്ളത്, നമുക്ക് എന്തിനെക്കുറിച്ച് അറിയാനാണോ ഇഷ്ടമുള്ളത്, അത് നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ ആ അറിവ് തേടി നമ്മൾ പോവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ പുസ്തകങ്ങളൊന്നും ഞാൻ മുഴുവനാക്കിയിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ഹോം ലൈബ്രറി ഉണ്ട്. അതിൽ 500-ലധികം പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെയൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അതിലെനിക്ക് വളരെ പ്രിയം തോന്നുന്ന, അല്ലെങ്കിൽ എന്നെ സഹായിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ കുറച്ചാണുള്ളത്. അതിൽ വലിയ പുസ്തകങ്ങളുണ്ട്, കുഞ്ഞു പുസ്തകങ്ങളുണ്ട്. അതിലും വായിച്ച പുസ്തകങ്ങളിലൊക്കെയും എല്ലാ പേജുകളൊന്നും വായിച്ചിട്ടുമില്ല. നമുക്ക് എന്താണോ വായിക്കാൻ തോന്നുന്നത്, അത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം, നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതാവണം. ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വേണം. കാര്യം ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അല്ലേ? ലാഭമില്ലാത്ത എന്തെങ്കിലും പരിപാടിക്ക് നമ്മൾ ഇറങ്ങുമോ? ഇല്ലല്ലോ. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മളുടെ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്, നമ്മളുടെ ഓരോ ചിന്താഗതിയിലും അങ്ങനെ തന്നെ ആവണം. എന്നെ സംബന്ധിച്ച് ഞാൻ ലാഭമില്ലാത്ത ഒരു കാര്യത്തിനും മുന്നിൽ ഇറങ്ങൂല, ഒരു കാര്യവും ചെയ്യൂല. എങ്ങാനും ഒരു കാര്യം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ എന്തെങ്കിലും ഒരു ലാഭം കണ്ടെത്തുകയും ചെയ്യും. ഞാൻ ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും വെറുതെ അല്ല. ഞാൻ നിങ്ങളോട് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നതും വെറുതെ അല്ല. അതിലും എനിക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളും വെറുതെ അല്ല. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ എന്നെ എന്തെങ്കിലും, ഈ ഒരു പുസ്തകം ഓക്കെ, ഞാൻ ഈ ഒരു പുസ്തകം എടുക്കുന്നുണ്ടെങ്കിൽ, ഈ പുസ്തകം ഒന്ന് ഞാൻ മറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് യൂസ്ഫുള്ളായിട്ട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പുസ്തകം എവിടെ നിന്ന് എടുക്കുകയുള്ളൂ. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ അങ്ങാനും അറിയാതെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇതിൽ പേജുകളോ അല്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ള എന്തെങ്കിലും കാര്യമോ, അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു കവർ പേജിലുള്ള എന്തെങ്കിലും ഒരു ഇമേജോ എന്തെങ്കിലും ഒന്ന് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാവണം. അതുപോലെ നമ്മളെ ഈ എഴുത്തിൻ്റെ സമയത്ത് മാം എങ്ങനെയാണ് അത് മാനേജ് ചെയ്തിരുന്നത് എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് മാം മൈൻഡ് ട്രെയിനറാണ്, ഒരുപാട് പ്രോഗ്രാംസിന് പോകാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ എൻഗേജ്ഡ് ആയിട്ടുള്ള ലൈഫിൽ ഈ എഴുത്തിനെ സമയം കണ്ടെത്തുന്നത് ഏത് സമയങ്ങളിലാണ്, അല്ലെങ്കിൽ എപ്പോഴാണ്? തോന്നുന്ന സമയത്ത് കുറിച്ചിടുന്ന വരികൾ പിന്നെ ക്രോഡീകരിക്കലാണോ, അല്ലെങ്കിൽ അതിനായി സമയം കണ്ടെത്തി എഴുതലാണോ എന്നുള്ളത്? അതിൻ്റെ ആൻസർ പറയുമ്പം ചിലപ്പം ഞാനിപ്പം ഇത്രയും സമയം ഇവിടെ എന്തായിരുന്നു എന്നുള്ളതിന് ഒരു ഉത്തരം കൂടെ നിങ്ങൾക്ക് കിട്ടും. ആക്ച്വലി ഞാൻ ഈ അടുത്ത് അധികമായിട്ടൊന്നും എഴുതിയിട്ടില്ല. പേനകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വല്ല ജേർണലിങ് എഴുതാനും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കുമാണ്. അല്ലാതെ എൻ്റെ കൃതികൾ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യത്തിനും ഈ അടുത്തൊന്നും ഞാൻ പെന്നും പേപ്പറും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞല്ലോ 2017-18 കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ കഥകളും കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എന്തോ വല്ലാത്തൊരു ലോകത്തായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ പല കവിതകളും കഥകളും എഴുതുന്നുണ്ട്. പല കഥകളും കവിതകളും ഫേസ്ബുക്കിലും മറ്റും സോഷ്യൽ മീഡിയകളിൽ അന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പല ആളുകളും അന്ന് നമ്മളുടെ കവിതകൾക്കും കഥകൾക്കും ഒക്കെ മറുപടികളും പ്രോത്സാഹനങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാനൊരു എഴുത്തുകാരിയാണ് എന്നുള്ളതോ, അല്ലെങ്കിൽ എനിക്ക് എഴുതാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതോ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ ബോധേഡായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകളിൽ ഞാൻ അത്ര കോൺഫിഡൻറ്റും ആയിരുന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു.
ഞാൻ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ഷോക്കേസിൽ ഷെൽഫിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് അറിവുകൾ, ഒരുപാട് വിസ്ഡംസ്, ഒരുപാട് നോളജുകൾ ഞാൻ ചെറിയ ഷോർട്ട് നോട്ടുകളാക്കിയിട്ട് എഴുതി ഫയലുകളിലാക്കി സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഷോർട്ട് നോട്ടുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊന്നും ആ സമയങ്ങളിൽ ഇങ്ങനെ ഒരുപാട് അറിവുകൾ കിട്ടുന്നതൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി എഴുതി വെച്ചു എന്നല്ലാതെ അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പിന്നീട് എവിടെയും യൂസ് ആയിരുന്നില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം എന്നോട് ആളുകൾ പറഞ്ഞു, അതായത് ചുറ്റിലുള്ള ആളുകൾ, എൻ്റെ വീട്ടിലെ ആളുകൾ പറഞ്ഞു, എന്തിനാ തസ്നി എങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അതും ഇതൊക്കെ എഴുതി ഇവിടെ കുറിച്ച് വെച്ചിട്ടുള്ളത്, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, ഇത് നമുക്ക് കൊണ്ടുപോയി കത്തിച്ചൂടെ അല്ലെങ്കിൽ വിൽക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടില്ല. ബിക്കോസ് ഒരു പോയിൻ്റ് എത്തിയ സമയത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ്, കുടുംബം, ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയപ്പം ഈ എഴുത്തുകളൊന്നും എന്നെ ഒരു നിലക്കും എനിക്ക് യൂസ് ആവാത്തതായി മാറി. അവിടുന്ന് ഞാൻ ചിന്തിച്ചു, എന്തിനാപ്പം ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത്ര അറിവുകൾ എഴുതി വെച്ചു, ഇത്ര കഥകൾ, കവിതകളൊക്കെ എഴുതിയില്ലേ. ഞാൻ ആലോചിച്ചു, ഓക്കെ, എനിക്കൊരു മോള് വളർന്നു വരുന്നുണ്ടല്ലോ, അപ്പോൾ അവളൊക്കെ വലുതാവുന്ന സമയത്ത് അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അതൊരു നെവർ മൈൻഡ് ആക്കി എടുത്തു. പക്ഷെങ്കിൽ നമ്മൾ അതിയായിട്ടൊരു കാര്യം സ്വപ്നം കണ്ട് നമ്മളതെങ്ങാനും മറന്നുപോയാലും അവനത് മറക്കുമോ? നമ്മളെ ദൈവം, നമ്മളെ സൃഷ്ടാവ് അത് മറക്കുമോ? ഞാൻ എൻ്റേതായ ലോകത്ത് ഞാനതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പുസ്തകം എന്നുള്ളൊരു സ്വപ്നം, ഞാൻ എഫേർട്ട് എടുത്ത് എഴുതിയിട്ടുള്ള കവിതകളും കഥകളും അതൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നപ്പോഴും അവനത് മറന്നില്ല. ഈ പ്രപഞ്ചം എൻ്റെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങളായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഈ യൂണിവേഴ്സൽ പവറാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടാവ്. അപ്പം ഈ എഴുതിയ സമയങ്ങളിലൊക്കെയും ഇങ്ങനെയാണ് ഞാൻ ഈ ജേണി ഇങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. ഈ എഴുതിയ സമയങ്ങളിൽ പലപ്പോഴും എഴുതുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. ആദ്യമൊക്കെ എഴുതി തുടങ്ങുക എന്നുള്ളത് പലപ്പോഴും കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ച് എഴുതണം എന്നുള്ള ചിന്തയിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴൊക്കെയോ ഞാൻ പോലും അറിയാതെ ചില സമയങ്ങളിൽ എന്തൊക്കെയോ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും, ചില അറിവുകൾ വരും. അപ്പോൾ ആ സമയത്ത് ചിലതൊക്കെ ഞാൻ എവർ മൈൻഡ് ആക്കി എടുത്തു, ചിലതൊക്കെ മടി കാരണം അല്ലെങ്കിൽ എഴുതാനുള്ള മടി കാരണമൊക്കെ, അല്ലെങ്കിൽ ചില ഒരുപാട് നല്ല നല്ല അറിവുകൾ ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ക്യാച്ച് ചെയ്ത് വെച്ചില്ല. പക്ഷെ ചിലപ്പോൾ ഏതൊക്കെയോ മൊമെൻറ്റിൽ എനിക്ക് തോന്നിയിട്ടില്ല ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, എവിടെയായിരുന്നാലും ഞാനൊരു പുസ്തകവും പെന്നും എടുത്ത് എഴുതി കുറിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച സമയം, എൻ്റെ ഡിഗ്രി കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച സമയത്ത് എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് രാത്രി ഒരു 12 മണിക്കൊക്കെ എഴുതണം എന്നുള്ളൊരു ത്വരിത വന്ന സമയത്ത് ഹോസ്റ്റലാകുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്റ്റ് ടൈമിൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഉറങ്ങേണ്ട ഒരു ആവശ്യകത ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഒരു 12 മണിയായപ്പോൾ എനിക്ക് എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്തൊക്കെയോ ഉള്ളിലൂടെ കടന്നിങ്ങനെ മറിയാണ്, ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇരുന്ന് പുതപ്പ് കട്ടിലിൻ്റെ ചുവടെ പോയി ഇരുന്നിട്ട് പുതപ്പ് മുകളിലൂടെ വെച്ചിട്ട് ലൈറ്റർ ഓൺ ചെയ്തിട്ട് ആരും കാണാതെ എഴുതി നേരം വെളുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ആലോചിക്കുമ്പോൾ അതൊക്കെ ഞാനെന്ന് പറയുന്ന എഴുത്തുകാരിയെ എന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ എന്നെ ഞാനാക്കാനുള്ള ഓരോരോ സിറ്റുവേഷൻസ് ആയിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ തിരിച്ചറിയാണ്. മാമിൻ്റെ എഴുത്തുകളിൽ മാമിൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസും അവരുടെ ഉള്ള ചിന്തകളും അവരുടെ ലൈഫൊക്കെ അതിൽ അവിടെവിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്വാഭാവികം എൻ്റെ എഴുത്തുകളിലും പലതും എൻ്റെ ചിന്തകളാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പല ആളുകളിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും അതിലുണ്ട്. ഓക്കെ മാം, നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പറഞ്ഞു. മാമിൻ്റെ അനുഭവങ്ങൾ, മാമിൻ്റെ ജേണി ഒക്കെ മാം ഇവിടെ പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മളുമായി സംബന്ധിച്ചു. നമ്മൾ ബുക്ക് ടോക്കിൻ്റെ ആവശ്യകതയിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് ബുക്ക് ടോക്ക് നൽകുന്നത് ചില തിരിച്ചറിവുകളാണ്. എല്ലാ വായനകളിലും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് തിരിച്ചറിവുകളാണ്. ഒരു പുസ്തകമുണ്ട്, 3 cups of tea എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾ ആ പുസ്തകം വായിക്കാൻ ശ്രമിക്കണം. വായിച്ചവരാരെങ്കിലും ഉണ്ടോ?
വായിച്ചിട്ടില്ല. ആ പുസ്തകം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലയാൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാകിസ്ഥാനിലേക്ക് ഒരു അമേരിക്കക്കാരൻ യാത്ര പോകുന്ന കഥയാണ്. അതിൽ അദ്ദേഹത്തോട് പറയുന്നത് ആദ്യത്തെ കപ്പ് ചായ പാകിസ്ഥാൻ കൊടുക്കുന്നത് ഒരു അപരിചിതൻ എന്ന നിലക്കാണ്. രണ്ടാമത്തെ കപ്പ് ചായ ആ പാകിസ്ഥാൻ നൽകുന്നുണ്ടെങ്കിൽ അതവരുടെ സുഹൃത്തായി എന്നുള്ള നിലക്കാണ്. മൂന്നാമത്തെ കപ്പ് ചായ പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബാംഗമായി എന്നുള്ള നിലക്കാണ്. നമ്മളെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാൻ, ഒരുപാട് കാഴ്ചപ്പാടുകളെ വിപുലീകരിക്കാൻ ആര് സഹായിക്കും? വായനകൾ സഹായിക്കും. വായനകൾ സഹായിക്കട്ടെ. മാം, താങ്ക് യു ഫോർ യുവർ സെഷൻ. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ പറഞ്ഞതായിട്ടുണ്ട്, നമ്മൾ എഴുതി തുടങ്ങുകയേ ഉള്ളൂ, ആ എഴുത്തിനെ പൂർത്തീകരിക്കേണ്ടത് വായനക്കാരനാണ്. മാം ഇവിടെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മാമിൻ്റെ എഴുത്തുകളെ പൂർത്തീകരിക്കേണ്ടത് ആരാണ്? നമ്മൾ വായനക്കാരാണ്. ഒരുപാട് വായനക്കാരിലൂടെ മാമിൻ്റെ എഴുത്തുകളെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താനും ഒരുപാട് സെഷൻസ് കൈകാര്യം ചെയ്യാനും എഴുത്തിൻ്റെ ലോകത്തേക്ക് നടന്നു കയറാനും മാമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ കൂടെ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ചു വരാൻ കാണിച്ചതിലും നമ്മളുമായി ഇത്തരത്തിലുള്ളൊരു സെഷൻ കൈകാര്യം ചെയ്യാനുള്ള സമയം കണ്ടെത്തിയതിലും സ്കില്ലേജിൻ്റെ പേരിൽ അതിയായ നന്ദി അറിയിക്കുകയാണ്.